ഞാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്റ്റേറ്റിലെ സിവിൽ സർവീസ് അക്കാദമി ഉദ്ഘാടനം ചെയ്തപ്പോൾ ആർക്കും ഒരു പ്രശ്നമില്ലായിരുന്നു. അത് അല്ല, നിങ്ങൾ പറയുന്നത് ഞാൻ ഇവിടത്തെ ചില ഗ്രൂപ്പിന്റെ ഇസ്ലാമിക് സ്റ്റേറ്റിനെ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളെ അതിനെ അംഗീകരിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് ശരിയാണ്. ഞാൻ അതിന് തയ്യാറല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എനിക്ക് 1996 മുതൽ ഇവിടെ കേരളത്തിൽ എന്ത് നടക്കുന്നു എന്ന് കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ്. പിന്നെ നിങ്ങള് എന്റെ സർവീസിന്റെ കാലത്ത് ഏതെങ്കിലും വിധത്തിൽ ഞാൻ പാർഷ്യലായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഒരു ഇൻസിഡന്റ് ചൂണ്ടിക്കാണിക്കുക. നോക്കൂ, കൃത്യമായിട്ടും പറയുന്നുണ്ട്, ഞാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ അതല്ലെങ്കിൽ ഇവിടുത്തെ തീവ്രവാദ ഇസ്ലാമുകൾക്ക് വേണ്ടി ഏതെങ്കിലും വേദിയിൽ പോയി സംസാരിക്കുകയോ അവർക്ക് വേണ്ടി നിലപാടെടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ആരാണ്? ഞാൻ ഈ നാട്ടിലെ എല്ലാവർക്കും കണ്ണിലെ സുഖമായിട്ടുള്ള ആ ഒരു കണ്ണിലെ കരടല്ല, കണ്ണിലെ കൃഷ്ണമണിയാണ്. പക്ഷെ ഞാൻ ഈ പറയുന്ന തീവ്രവാദത്തിനെതിരെയും ഈ കേരളത്തിലെ ISIS എന്ന് പറയുന്ന കൊടും ഭീകരന്മാർക്കെതിരെയും ഞാൻ ശബ്ദിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ആരായി മാറി? കരടായി മാറി. അത് പച്ചയ്ക്ക് പറയുന്നു മാത്രമല്ല, അദ്ദേഹം ഡാറ്റ ഇടുന്നു. അതായത് 1996 മുതലുള്ള രേഖകൾ എന്റെ കയ്യിലുണ്ട്, തെളിവ് എന്റെ കയ്യിലുണ്ട്. ഞാൻ ഇവിടുത്തെ DGP ആയിരുന്നു. കൃത്യമായിട്ടും തെളിവ് സഹിതമാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് ആ പരിപ്പ് എന്റെ അടുത്ത് വേവില്ല മൊട്ട അരുണേ എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു. ഇനി അദ്ദേഹം ചോദിക്കുന്നു, ഞാൻ ഇതുപോലെ പാർഷ്വാലിറ്റിയോടുകൂടി പെരുമാറിയിട്ടുള്ള ഒരു ഇൻസിഡന്റ് കാണിക്കാൻ പറയുമ്പോൾ നമ്മന്റെ മൊട്ട അരുണ് കാണിക്കുന്നുണ്ട്. അത് എന്താണെന്ന് നോക്കാം. ഞാൻ പറഞ്ഞിട്ട് ഇവനെ അടിച്ചെങ്കിൽ now you will be under suspense. Yes. Okay. I don't want any officer. ഇതെന്താണ് എന്ന് വിവരിക്കുന്നുണ്ട്, കേൾക്കാം. അന്ന് ഈ ദൃശ്യം കണ്ട് കൈയടിച്ചവരാണ് കേരളത്തിലെ പൊതുപ്രവർത്തകർ. ഒരു കോളേജിൽ പോലീസ് നടത്തുന്ന നരനായാട്ട് അവസാനിപ്പിക്കാൻ വേണ്ടി ശക്തമായ താക്കീത് കൊടുത്ത ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ താങ്കൾ അഭിനന്ദിച്ചു, ഈ ഞാനടക്കുന്നത്. പക്ഷെ അത് MG കോളേജ് ആയതുകൊണ്ടും ABVP ആയതുകൊണ്ടുമാണെന്ന് അന്ന് ഞാൻ ധരിച്ചിട്ടേ ഇല്ല. പക്ഷെ മറ്റൊരു ദൃശ്യം കൂടി അങ്ങ് കാണും. പുതുവൈപ്പിനിൽ യതീഷ് ചന്ദ്ര നടത്തിയ അറ്റാക്ക്. നോക്കൂ, പുതുവൈപ്പിനിൽ എന്ന് പറഞ്ഞുകൊണ്ട് യതീഷ് ചന്ദ്ര ഒരാളെ നിലത്തിട്ട് വലിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യമാണ് ഇനി മൊട്ട കാണിക്കാൻ പോകുന്നത്. അവിടെയാണ് മൊട്ടയ്ക്ക് തെറ്റിയത്. കാരണം മൊട്ടയുടെ പച്ച നുണകൾ വിശ്വസിക്കുന്ന മന്ദൻ കമ്മികളെ പോലെ ആയിരിക്കും, അതല്ലെങ്കിൽ ഇസ്ലാമിക ജിഹാദികളെ പോലെ ആയിരിക്കും എല്ലാവരും എന്നാണ് ഈ മൊട്ട അരുണിന്റെ വിചാരം. അവിടെയാണ് TP സെൻകുമാർ എന്ന് പറയുന്ന കൃത്യതയുള്ള ആ ഒരു ഉദ്യോഗസ്ഥനായിരുന്ന DGP ആയിരുന്ന മനുഷ്യന്റെ ഇടപെടൽ കേട്ടു നോക്കാം. ആ ദൃശ്യങ്ങൾ കാണിക്കുകയാണ്. പുതുവൈപ്പിനിൽ നടന്ന സമരം വലിച്ചിഴയ്ക്കുന്നു പോലീസ്, യതീഷ് ചന്ദ്ര എന്നൊക്കെ പറഞ്ഞുള്ള ദൃശ്യം കാണിക്കുകയാണ്. ഇനി അത് വിവരിക്കുന്നുണ്ട്, കേൾക്കാം നമുക്ക്. ഉപയോഗിച്ച് പോലീസ് പിടിച്ചുകൊണ്ടുപോകുന്നയാളെ മർദ്ദിക്കുന്നത് കാണാം. രണ്ടും രണ്ട് കേസായിരിക്കും, പക്ഷെ രണ്ടിടത്തും പോലീസ് ചെയ്യുന്നത് ഫിസിക്കലായിട്ടുള്ള ഒരു കൊയേസീവ് ആയിട്ടുള്ള മെഷറാണ് പോലീസ് അഡോപ്റ്റ് ചെയ്തത്. ഒരിടത്ത് MG കോളേജിൽ കേൾക്കൂ, ഗംഭീര മറുപടിയാണ്. പോലീസ് നേതാക്കൾ അനുകൂലിക്കുകയല്ല, നിങ്ങളുടെ ഭാഷ്യത്തിനെ എതിർക്കുക ചെയ്തത്. നിങ്ങൾ ഇവിടെ പോലും പറഞ്ഞത് പുതുവൈപ്പിനിലാണ്. പുതുവൈപ്പിനിൽ രതീഷ് ചന്ദ്ര പോയതായിട്ട് നിങ്ങൾക്ക് ഇപ്പോഴും പ്രൂവ് ചെയ്യാൻ പറ്റൂ? നിങ്ങൾ എന്തിനാ നുണ പറയുന്നത്? നിങ്ങൾ മാധ്യമങ്ങൾ സത്യം പറയാൻ പഠിക്കും, ഒരു വശം തോണ്ടിയല്ല. ദൃശ്യങ്ങൾ നിരാകരിക്കാൻ കഴിയില്ല. ഈ ദൃശ്യം പുതുവൈപ്പിനെ അല്ല, നിങ്ങൾ മിക്സ് ചെയ്ത് പുതുവൈപ്പിനിലെ ബ്ലഡും അവിടെ അടിച്ച കാര്യങ്ങളും അതിന് യാതൊരു അതോറിറ്റി ഇല്ലാത്ത യതീഷ് ചന്ദ്രയുടെ തലയിലിട്ടപ്പോഴാണ് ഞാൻ എന്തായാലും ചോദിച്ചത്. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇത്തരം വൃത്തിയായിട്ട കാര്യങ്ങൾ ചെയ്യരുത്. കാരണം അയാൾ പോകാത്ത സ്ഥലത്ത് ഇയാൾ ചെയ്ത കാര്യം എന്താണ്? പ്രൈം മിനിസ്റ്റർ വരുന്ന റൂട്ടില് യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ബ്ലോക്ക് ചെയ്യുന്നവരെ മാറ്റുകയാണ്. ഇവിടെ പോലീസിന്റെ കസ്റ്റഡിയിൽ ഒരാൾ നോക്കൂ, പ്രധാനമന്ത്രി വരുന്ന വഴി തടഞ്ഞ ഒരു അക്രമകാരി, അത് അന്തംകമ്മി ആയിരിക്കാം, ജിഹാദി ആയിരിക്കാം, ഏതോ കൊങ്ങി ആയിരിക്കാം, ഏതായാലും അതിനെ പിടിച്ചു മാറ്റുക എന്നുള്ളത് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥന്റെ ചുമതലയാണ്. അത്തരത്തിലുള്ള ഒരു ക്രിമിനലിനെ വലിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യം കാണിച്ചിട്ടാണ് പുതുവൈപ്പിനിൽ നടന്ന സമരത്തെ നേരിട്ടത് നിങ്ങളുടെ പോലീസ് ഇങ്ങനെയല്ലേ, നിങ്ങൾ DGP ആയിരിക്കുമ്പോൾ എന്ന ചോദ്യമാണ് മൊട്ട അരുൺ ചോദിച്ചത്. പക്ഷെ മൊട്ട അരുണിന് തെറ്റി. പച്ച നുണ പടച്ചിറക്കി കഴിഞ്ഞാൽ അത് ബുദ്ധിയുള്ള
മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനാവും, അത് തിരിച്ചറിയാനും മറുപടി കൊടുക്കാനും ആവും. അല്ലാതെ അന്തം കമ്മികളെ പോലെ AKG സെന്ററിൽ നിന്ന് വാരി വിതറുന്ന ക്യാപ്സൂളുകൾ വിളമ്പുക, അതല്ലെങ്കിലോ ഇസ്ലാമിക ജിഹാദികൾക്ക് മദ്രസയിൽ നിന്ന് മദ്രസ പൊട്ടന്മാർ ആ കിതാബിൽ വിളമ്പി കൊടുക്കുന്ന ആ ക്യാപ്സൂൾ, ആ തുപ്പിയ ക്യാപ്സൂൾ തിന്നുക എന്നുള്ളത് അതിവിടെ നടക്കില്ല എന്ന് TP സെൻകുമാർ സാർ കൃത്യമായിട്ട് മൊട്ടയ്ക്ക് മറുപടി കൊടുത്തു. മൊട്ടയുടെ മുഖമൊക്കെ ഒന്ന് കാണരുത് തന്നെയാണ് മക്കളെ ആ മറുപടി കിട്ടുമ്പോൾ. ഇനിയോ ഒരാൾ കിട്ടിയാൽ അയാളെ യതീഷ് ചന്ദ്ര പാറ്റേൺ വെച്ച് മർദ്ദിക്കുക. എന്നിട്ട് എന്ത് ഇഞ്ചുറി ഉണ്ടായത്? നിങ്ങൾ അയാളുടെ ഇഞ്ചുറി ഒന്ന് കണക്കിലെടുക്കുക. ആ ഇഞ്ചുറിയുടെ കൗണ്ട് പരിശോധിക്കണം സാർ. ഇതേ കാര്യം കോളേജിൽ MG കോളേജ് നോക്ക്, നിങ്ങൾ മനസ്സിലാക്കുക. ഈ MG കോളേജിൽ ABP ആണെന്ന് പോലും എനിക്കറിയില്ല. കാരണം ഞാൻ കേരള പോലീസില് നിങ്ങൾ വിചാരിക്കുന്ന പോലെ 34 കൊല്ലം ഞാൻ DGP ഒന്നും ആയിരുന്നില്ല, അല്ലെങ്കിൽ ലോക്കൽ പോലീസിലായിരുന്നില്ല. ആകെ കേരള പോലീസില് 7 വർഷത്തിൽ താഴെയാണ് ഞാൻ ലോക്കൽ പോലീസിലുണ്ടായിരുന്നത്. അതായത് 1995-96 കൊച്ചിയില് കമ്മീഷണർ ആയതിനു ശേഷം എന്നെ പിന്നീട് പോലീസിൽ കാണുന്നത് 2005-2006 IG ആയിട്ടാണ്. അപ്പൊ MG കോളേജില് എന്താ നടക്കണെന്നൊന്നും എനിക്കറിയില്ല. കാരണം എന്താ വെച്ചാൽ MG കോളേജിൽ ABP ആണെന്നും MG കോളേജിലെ രാഷ്ട്രീയം എന്താണെന്നും കേരളത്തിലെ ഒരു സാധാരണ കോൺസ്റ്റബിളിന് പോലും അറിയാം ശ്രീ. ഞാൻ ആ കോൺസ്റ്റബിൾ അവിടെ വർക്ക് ചെയ്യുന്നവനല്ല, മനസ്സിലാവുന്നു. ഞാൻ അവിടെ വരുന്നത് KSBC എന്നാണ്. എന്നുവെച്ചാൽ നിങ്ങൾക്കൊക്കെ മദ്യം തന്ന് മയക്കി കിടത്താനായിട്ട് ഗവൺമെന്റ് ഉണ്ടാക്കിയ സംവിധാനത്തിന്റെ MD ആയിട്ടാണ്. അപ്പൊ അവിടെ നിന്നാ വരുന്നത്. അത് പോകട്ടെ. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന രീതിയിലല്ല അവിടെ നടക്കുന്നത്. അതിന്റെ തലേ ദിവസം രാത്രി, ഇന്നലെ 2 ദിവസം മുന്നേ നടന്നതുപോലെ ഒരു ഹോസ്റ്റലിൽ ഗുണ്ടകളുണ്ട്, അതായത് യൂണിവേഴ്സിറ്റിയുടെ ഹോസ്റ്റലിൽ ഗുണ്ടകളുണ്ടെന്ന് അവിടുത്തെ വാർഡൻ പറഞ്ഞ് ഞാനും അവിടുത്തെ ഈ കാലിന് പരിക്കേറ്റ CI മോഹനും കൂടി റെയ്ഡ് നടത്താനായിട്ട് മോഹനെ റെഡിയാക്കി വെച്ച് മോഹൻ പോയി. തിരിച്ചു വരുന്ന സമയത്ത് തലേ ദിവസം മുതൽ അവിടെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഞാൻ മോണിറ്റർ ചെയ്യായിരുന്നു. ഒരുപക്ഷെ അവിടെ ഈ ബോംബേർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് അതിലെ പ്രതികളെ മുഴുവൻ പിടിച്ച് സിൽവർ നൈട്രേറ്റ് ടെസ്റ്റ് നടത്തി ആളെ ഐഡന്റിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നു. അത് കഴിഞ്ഞിട്ടും പോലീസ് അവിടെ പോയിട്ട് അവിടെ പോലീസുകാര് എക്സാം എഴുതുന്ന കുട്ടികളെ ആക്രമിക്കുന്നു. 3ാമത്തെ ഫ്ലോറിൽ കുട്ടികൾ ചാടാൻ നിൽക്കുന്നു. ആ കുട്ടികൾ ചാടിയാൽ നിങ്ങൾ ഇത് പറയോ? പറയില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങോട്ടും പറയും ഇങ്ങോട്ടും പറയും. അല്ല, MG കോളേജിലെ പോലീസ് മർദ്ദനത്തെ താങ്കൾ എതിർപ്പോൾ താങ്കൾക്കൊപ്പം നിന്ന് കൈയടിച്ചവരാണ് മാധ്യമപ്രവർത്തകർ. പക്ഷേ അതേ കാഴ്ച മറ്റൊരിടത്ത് കാണുമ്പോൾ താങ്കൾക്ക് എന്തുകൊണ്ട് പുതുവൈപ്പിനിൽ മാറിയിട്ടോ മറ്റൊരിടമായി മാറി? ഒരു ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഒരു പ്രധാനമന്ത്രി വരുന്നു മര്യാദയ്ക്ക് പറഞ്ഞിട്ട് ആ റോഡിൽ നിന്ന് മാറ്റി വെക്കാൻ പറ്റിയില്ലെങ്കിൽ മാറ്റും. അങ്ങ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടിട്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. ഞാൻ തുടക്കത്തിൽ അങ്ങയോട് സൂചിപ്പിച്ചു, അങ്ങ് വസ്തുതാവിരുദ്ധമായ ചില കാര്യങ്ങൾ അങ്ങയുടെ പേരിനോടൊപ്പമുള്ള അങ്ങ് സർവീസിലിരിക്കുമ്പോൾ നേടിയെടുത്ത സൽപ്പേരിനെ കളങ്കം ചാർത്തുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആയിട്ട് പിന്നീട് വ്യാഖ്യാനിക്കപ്പെട്ടു. ആ ഫേസ്ബുക്ക് പോസ്റ്റ് കാണാം സാർ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് താങ്കൾ, അല്ലെങ്കിൽ ഇത് ഫേസ്ബുക്ക് പോസ്റ്റ് ആയിട്ട് ഇടുമ്പോൾ താങ്കൾ അതിന് കൊടുത്തിരിക്കുന്ന പോസ്റ്റിലെ വാചകം ഇതായി: തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ അറബിക്കാവാം, പക്ഷേ ക്ഷേത്രങ്ങളിൽ പൂജിക്കുന്നതിന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. പക്ഷെ ഇത് ക്ഷേത്രത്തിലേക്കുള്ള അപ്പോയിന്റ്മെന്റ് ആയിരുന്നില്ല. ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ സ്കൂളിലേക്ക് വന്ന ഒഴിവുകളിലേക്കുള്ള വേക്കൻസി ആയിരുന്നു. തെറ്റിദ്ധരിപ്പിക്കും വിധം ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അറബി പഠിച്ചാലേ അമ്പലത്തിൽ ഇനി ജോലി കിട്ടും. പക്ഷേ ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സ്കൂളിലേക്കുള്ള കോൾ ലെറ്ററാണ്. താങ്കൾ സംസ്കൃതം പഠിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അത് തെറ്റിദ്ധാരണാജനകമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആയി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ എത്ര പേർക്ക് 2,07,000 പേർക്ക് മദ്രസയിൽ പഠിപ്പിക്കാനായിട്ട് എത്ര കോടി രൂപ കൊടുക്കുന്നത് അറിയോ? മണ്ണ് വാരി തിന്നുന്ന കുട്ടികളുള്ള കേരളത്തില് 2,07,000 പേർക്ക് ഏകദേശം 2,000 കോടി രൂപയോളം ഒരു വർഷം അവിടെ മതം പഠിപ്പിക്കാൻ കൊടുക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾ ആദ്യം അങ്ങോട്ട് കേൾക്കുക. ഈ മതം പഠിപ്പിക്കാൻ പൈസ, പബ്ലിക് മണി ചെലവാക്കാന്ന് എവിടെയാ ഭരണഘടനയിലുള്ളത്? എന്താണ് കേരളത്തിൽ മാത്രം അത് ചെയ്യുന്നത്? കേരളത്തിൽ ഏതെങ്കിലും ഹിന്ദുവിന്റെ കാര്യം പഠിപ്പിക്കാൻ ഏതെങ്കിലും സ്കൂളിൽ സമ്മതിക്കുന്നുണ്ടോ? അപ്പോൾ ആദ്യം ദേവസ്വം എന്തിനാ ഉണ്ടായത്? ദേവസ്വം ഹിന്ദുവിന് വേണ്ടി ഉണ്ടായത്. ആ ദേവസ്വം സ്കൂൾ ഉണ്ടാകുന്നത് എന്തിനാണ്? ആ ഹിന്ദുവിന്റെ പൈസ കൊടുത്തിട്ടുണ്ടാകുന്നതാണ്. മനസ്സിലാക്കണം. അവിടെ സംസ്കൃതം പഠിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തിനാണ് മറ്റുള്ളത് പഠിപ്പിക്കുന്നത്?